കൂളിമാട് പറയങ്ങാട്ട് ഫ്യൂവൽസിൽ നടത്തിയ മോക്ക് ഡ്രിൽ നാട്ടുകാർക്ക് ആദ്യം അമ്പരപ്പും ആശങ്കയും പിന്നീട് ആശ്വാസവും പകർന്നു. മുക്കം അഗ്നിരക്ഷാസേനയിലെ സിവിൽ ഡിഫൻസ്, ആപ്തമിത്ര, പോലീസ്, വിവിധ സന്നദ്ധ സേനാ സംഘങ്ങൾ എന്നിവരുടെ സഹകരണത്തോടെ നടത്തിയ മോക്ക് ഡ്രില്ലാണ് ഇവിടെ സംഘടിപ്പിക്കപ്പെട്ടത്. ഒരു അപകടം നടന്നാൽ എങ്ങനെ പ്രതികരിക്കണമെന്ന് പൊതുജനങ്ങളിൽ അവബോധം പകർത്തുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിൽ പലയിടങ്ങളിൽ മോക്ക് ഡ്രിൽ സംഘടിപ്പിക്കുന്നതെന്നും നാട്ടുകാർ ഇതിൽ വളരെ സഹകരിച്ചുവെന്നും മുക്കം ഫയർ സ്റ്റേഷൻ ഓഫീസർ എം അബ്ദുൽ ഗഫൂർ പറഞ്ഞു. വിവിധങ്ങളായ തരത്തിലുള്ള സ്റ്റോറേജുകളും അപകട സാധ്യതയുള്ള സ്റ്റോറേജുകളും ഉണ്ട്. അപ്പോൾ അവിടെ ഒരു എമർജൻസി ഉണ്ടായിക്കഴിഞ്ഞാൽ, ഒരു അപകടം ഉണ്ടായിക്കഴിഞ്ഞാൽ ഇവിടെയുള്ള ജീവനക്കാർ ഏത് രീതിയിൽ പ്രതികരിക്കണം, അതേപോലെ ഇവിടുത്തെ പ്രദേശവാസികളായിട്ടുള്ള ആളുകൾ ഏത് രീതിയിൽ പ്രതികരിക്കണം, അതോടൊപ്പം മറ്റു സർക്കാർ സംവിധാനങ്ങൾ, ഫയർ സർവീസ് അടക്കമുള്ള രക്ഷാപ്രവർത്തന സംവിധാനങ്ങളെ, അതേപോലെ ആംബുലൻസ്, ഇതിനെയൊക്കെ സംയോജിപ്പിച്ചുകൊണ്ട് ഏത് തരത്തിലാണ് നമ്മൾ പ്രിപ്പയർനെസ് ചെക്ക് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഈ മോക്കറിലൂടെ ഉദ്ദേശിക്കുന്നത്. ഇന്ധനം നിറക്കാൻ വന്ന ഒരു ജീപ്പിനും CLG കംപ്രസർ ഏരിയക്കും തീ പിടിക്കുന്നതും കുറച്ചുപേർക്ക് പരിക്കേൽക്കുന്നതും ഫയർഫോഴ്സ് എത്തി തീ അണക്കുന്നതും പരിക്കേറ്റവരെ വിവിധ ആംബുലൻസുകളിൽ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നതുമാണ് മോക്ക് ഡ്രില്ലിൽ അവതരിപ്പിച്ചത്. മുക്കം ഫയർ സ്റ്റേഷൻ ഓഫീസർ എം അബ്ദുൽ ഗഫൂർ, സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ MV അഹമ്മദ് റഹീഷ്, സിവിൽ ഡിഫൻസ് പോസ്റ്റ് വാർഡൻ പ്രിൻസ് മാത്യു, ഇന്ത്യൻ ഓയിൽ അദാനി ഗ്യാസ് ലിമിറ്റഡ് ഉദ്യോഗസ്ഥരായ ദിനൂജ്, KM രാഹുൽ, KK വസന്തകുമാർ, സുബിൻ KS, പറയങ്ങാട്ട് ഫ്യൂവൽ മാനേജിംഗ് ഡയറക്ടർ ഹമീം പറയങ്ങാട്ട്, അഷ്കർ സർക്കാർ, ഹബീബ് പറയങ്ങാട്ട്, നൌഷീർ തുടങ്ങിയവർ മോക്ക് ഡ്രില്ലിന് നേതൃത്വം നൽകി. ഗോൾഡൻ ഡയമണ്ട്സ്, മാവൂർ, പൂവാട്ടുപറമ്പ്. കൂടുതൽ വാർത്തകൾ ലഭിക്കാൻ സ്പോർട് മീഡിയ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വാട്സാപ്പിൽ ലഭിക്കാൻ സ്പോർട് മീഡിയ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക.